ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാണ് നമ്മുടെ ആത്മാവിന് പ്രകാശം നൽകുന്നത്, നമ്മളെ ജീവൻ നൽകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 28-ാം തിരുവചനം. വചനം പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വചനത്തോടെ ഈശോ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലണം. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഈ വചനത്തിന്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഈശോയുടെ കൂടെ പോയി കഴിഞ്ഞാൽ, അല്ലെ ഒരു ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അവൻ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് പറയുന്നത്. ആ ആശ്വസിപ്പിക്കുന്നത്, ഈശോ ആശ്വസിപ്പിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എപ്പോഴും കാണുന്നത് ഈ പ്രശ്നം മാറിയിട്ട് നമുക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും കാണുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഈശോ എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും ആ പ്രശ്നത്തിൽ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. അത് ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യാനിയായ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നവരെ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ ഉണ്ടാകും. ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങളുണ്ട്. എന്തിനാണ്? നമ്മൾ ഈശോയിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴൊക്കെ കേൾക്കുന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈശോയുടെ കൂടെ പോയാൽ നമുക്കൊരു പ്രശ്നവുമില്ല, അവനൊരു രോഗം ഉണ്ടാവുകയില്ല, അവനൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. അല്ലെ, ചിലവർ തന്നെ നമ്മളോട് ചോദിക്കും, എപ്പോഴും പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് നിനക്ക് എപ്പോഴും രോഗമാണല്ലോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് മക്കളില്ലല്ലോ. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ ചെയ്യും. ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവ വിശ്വാസത്തിൽ അടിയുറച്ച പല വ്യക്തികൾക്കും ഈശോ കുഞ്ഞുങ്ങളെ നൽകുന്നത് താമസിച്ച് നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിന്റെ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലവരുടെ ചിന്ത ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വഴിയെ പോയി കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കും, അവന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല, അവന് കടബാധ്യത ഉണ്ടാവില്ല, അവന്റെ രോഗങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ മധ്യത്തിലൂടെ നമ്മളെ ദൈവം നയിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ടല്ലോ, വചനത്തിൽ ഇങ്ങനെ പറയും, നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അപ്പൊ സമുദ്രം, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ ഞാൻ കൂടി. അപ്പോൾ ഇങ്ങനത്തെ പ്രതിസന്ധികളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഈശോ പറയുകയാണ്, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. അപ്പം ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ പ്രശ്നം കൊണ്ട് നമ്മൾ നശിക്കപ്പെടത്തില്ല. കാരണം ക്രിസ്തു നമ്മളോട് ഉള്ളതുകൊണ്ട്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് കേൾക്കുന്ന ഈശോയുടെ കൂടെ വന്ന അനുഗ്രഹം മാത്രമേ കിട്ടുള്ളൂ. നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടും, നീ അത് ചെയ്താൽ ഇത് കിട്ടും. ഇതാണ് പ്രിയപ്പെട്ടവർ, ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അപ്പോൾ അതെല്ലാം നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നോളാം. ഇത് പല വ്യക്തികൾക്കും പ്രശ്നത്തിലായിപ്പോതിനെ ഈ ഈശോയുടെ വഴിയെ വരുവാനോ ഈശോയുടെ വചനം അനുസരിക്കുവാനോ ആർക്കും താല്പര്യമില്ല. പെട്ടെന്ന് അനുഗ്രഹം കിട്ടണം. അങ്ങനെ അവർ കുറുക്കു വഴികളിലേക്ക് ചാടുമ്പോൾ അവരുടെ വിശ്വാസം നശിക്കുകയും, ഏതെങ്കിലും ഒരു ബ്രദറിന്റെ അടുത്ത് പോയി, ഒരു വ്യക്തിയുടെ അടുത്ത് പോയി തെറ്റായ സന്ദേശം കിട്ടി, അവരുടെ വിശ്വാസം നശിച്ചു. കാരണം ഈശോയെ ഒന്നും അവർക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ പ്രശ്നം ഒന്ന് മാറി കിട്ടിയാൽ മതി. അങ്ങനെ കുറുക്കു വഴി തേടുന്നവരെ പോയി പ്രശ്നത്തിൽ ചാടും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നശിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനമനുസരിച്ച് കൂദാശകൾ സ്വീകരിച്ച് ഈശോയുടെ വഴിയെ പോകുമ്പോൾ ഓരോ സമയത്തിന്റെ മണിക്കൂറുകളിലും ഈശോ ഇടപെടും. എന്നാൽ നമുക്ക് കാണാം, ചില വ്യക്തികൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ വീട്ടിൽ, അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഈശോ ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അവരുടെ ഒരു പ്രശ്നത്തിൽ നിന്ന്, ഒരു രോഗസൗഖ്യം കൊടുത്ത് ഒരു പ്രശ്നത്തിൽ നിന്ന് ഈശോ രക്ഷിക്കുന്നത് അവരോരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായി ജീവിക്കുവാൻ വേണ്ടിയാണ്. വെറുതെ നമുക്ക് എന്തെങ്കിലും സൗഖ്യം കിട്ടിക്കുമ്പോൾ പെട്ടെന്ന് മൈക്കെടുത്ത് സാക്ഷ്യം പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഈശോയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരു സാക്ഷ്യ ജീവിതം നയിക്കാനാണ് ചില വ്യക്തികളെ ധ്യാനത്തിലൂടെയോ മറ്റു വ്യക്തികളോ രോഗസൗഖ്യം നൽകി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധനത്തിൽ വിടുതൽ കൊടുത്ത് അവരെ ഈശോ മോചിപ്പിക്കുമ്പോൾ അതിലൂടെ ഈശോ ഒരു ദൈവവിളി അവർക്ക് കൊടുക്കുകയാണ്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് സാക്ഷിയായി ജീവിക്കുക. അങ്ങനെയാണ് ബൈബിളിൽ മുഴുവനും കാണുന്നത്. ഈശോയുടെ കൂടെ ചില സൗഖ്യം കിട്ടിയ ശേഷം അവരെ ഈശോയെ അനുഗമിക്കാൻ സമയം ഈശോ പറഞ്ഞു, നിങ്ങളുടെ ദേശത്ത് പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക, അവിടെ സാക്ഷിയാകാനാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതാ ഈശോ പറഞ്ഞ ശിഷ്യന്മാരിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് വരണം. ജീവിതത്തിന്റെ ഭാരം, മനസ്സിൽ ആത്മാവിൽ ചിന്തയിൽ ഭാരങ്ങളുണ്ട്, ജീവിതത്തെ ഓർത്തുകൊണ്ട്, മക്കളെ ഓർത്ത്,
അല്ലെങ്കിൽ ജീവിത പങ്കാളി ഓർത്ത് പലവിധ ഭാരങ്ങളുണ്ട്. അതുമായിട്ട് ഈശോയുടെ സന്നിധിയിൽ വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ട് നിങ്ങൾ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും ഈശോയുടെ കൂടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈശോയുടെ കൂടെയാണെങ്കിൽ അത് സാധാരണ മനുഷ്യനുണ്ടാകുന്ന രീതിയിലുള്ള അമിതമായ ഭാരമോ ദുഃഖമോ നമ്മളെ ഭാരപ്പെടുത്തില്ല. പ്രശ്നങ്ങളുണ്ടാകും, അതിനോർത്ത് ദുഃഖവും വേദനയില്ല, പക്ഷെ അധികം ഭാരപ്പെടുത്തത്തില്ല നമ്മളെ. അതുകൊണ്ട് ആരും ഇങ്ങനെ ചിന്തിച്ചേക്കരുത്, ഈശോയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം സുഖമായിട്ട് നടക്കുന്നു. അത് തെറ്റിദ്ധാരണയാണ്. ഈശോയുടെ നടന്നാൽ ചെറിയ ചെറിയ കുരിശുകൾ ഉണ്ടാവും. അതെല്ലാം നമ്മളെ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഈ വചനത്തെ പറ്റി ഇന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.